ഈ വിശ്വാസികളുടെ കുത്തക രാഘുീശ്വരനാണോ? ഈ രാഘുീശ്വർ വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഘുീശ്വർ നിങ്ങളാണോ വിശ്വാസം പറയുന്നത്? അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞു. നടിയാ നടക്കാൻ പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ പാട്ട് വന്നത്. വിചാരിച്ചോടോ, അതെന്റെ വിവരക്കേടുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വിശ്വാസത്തെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി വളരെ അപകീർത്തികരമായ രീതിയിൽ സഖാക്കളാകെ സ്വർണം കെട്ടു. സഖാക്കളാണോ സ്വർണം കെട്ടത്? കോൺഗ്രസ്സുകാരും CPM-കാരും ഒക്കെ ഉൾക്കൊള്ളുന്ന, എന്നാൽ കോൺഗ്രസ്സുകാർക്ക് മുൻകൈയുള്ള ഒരു സംഘമാണ് എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. അയ്യപ്പനോടുള്ള സമർപ്പണത്തിന്റെയും അയ്യപ്പ വിശ്വാസികളോടുള്ള ഉത്തരവാദിത്വത്തിന്റെയും പേരിലാണ് ഈ പാട്ട് എഴുതിയതെങ്കിൽ എന്തിനാ സഖാക്കളെ മാത്രം പറഞ്ഞത്? കോൺഗ്രസ്സുകാരെ കുറിച്ച് പറഞ്ഞുകൂടായിരുന്നു? എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? അപ്പോൾ ഈ പാട്ടിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വിശ്വാസത്തെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നാണ്. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന് അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് ഏതർത്ഥത്തിലാണ് യോജിച്ചു പോകാൻ കഴിയുക? കൂടുതൽ ഇളക്കല്ല. ഇവിടെ പ്രശ്നം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അതുകൊണ്ടൊന്നുമില്ല. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ഭക്തിയെ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മീഷനെടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടോ? പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? എന്റെ ശ്രദ്ധയിൽ ഇത്തരം പാട്ടുകളൊന്നും മതി. ഞാൻ മറ്റൊരു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഇടപെട്ട ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൾഗർ പാട്ടുകളും മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ സാംസ്കാരിക മലിനീകരണമാണ് നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആകെ ആക്ഷേപിക്കരുത്. പാർട്ടി അതിനകത്ത് വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പാർട്ടി സംവിധാനം വലിയ തോതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ആകെ പൊല്യൂട്ടഡ് ആണ് എന്ന് വാദം എടുക്കാൻ പറ്റുമോ? അല്ല, അത് ഞാൻ പറയുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും. സാമൂഹ്യ മാധ്യമങ്ങളെ ഇവിടുത്തെ തീവ്ര വലതുപക്ഷവും അവരോട് ചേർന്ന് വലതുപക്ഷ ശക്തികളും ഈ പാട്ടിറക്കിയിരിക്കുന്നത് ഒരു കുഞ്ഞത്തുള്ളയും ഒരു UDF ക്യാമ്പും മാത്രമല്ല, BJP-ക്കാരും അയ്യപ്പന്റെ പേരിൽ ഇതിനേക്കാൾ ഭീകരമായ പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട്. സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ കിങ് പിൻസ് ആയിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് CPIM-ന്റെ മുതിർന്ന കോമ്രേഡ്സ് ആണെന്നുള്ള യാഥാർത്ഥ്യമാണ്. അവർ ജയിലിൽ കിടക്കുകയാണ്. അതൊരു അഴിമതി കേസ് കൂടിയാണ്. ആ അഴിമതി കേസിനെ കുറിച്ചല്ലേ പാട്ടിൽ പറയുന്നത്? അത് വിശ്വാസ സംബന്ധിയാക്കി നിങ്ങൾ മാറ്റുന്നത് എന്തുകൊണ്ടാണ്? തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയ പാട്ടാണ്. അപ്പൊ രാഷ്ട്രീയം വിശ്വാസത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ചില സംഗതികളാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ പാട്ടില് എന്തുകൊണ്ടാണ് സഖാക്കളെ മാത്രം പറഞ്ഞത്? അതാ നിന്റെ വിഷമം. ഇവിടെ ശബരിമലയുടെ മൊത്തം വക്താവായിട്ട് നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ രാഹുൽ ഈശ്വരനാണോ? രാഹുൽ ഈശ്വർ പറയട്ടെ, ഈ ഉണ്ണികൃഷ്ണ പോറ്റി അവിടെ വരുന്നത് എപ്പോഴാ? വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. മാറും. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലുകൾ ചെയ്യുന്നത് കുഞ്ഞബ്ദുള്ള എന്ന് പേരുള്ള ഒരാൾ ഹിന്ദു മതത്തെയും ശാസ്താവിനെയും ആക്ഷേപിക്കുന്ന സംഗതി എഴുതിയിരിക്കുന്നു എന്ന മട്ടിൽ അതിന്റെ കളറാകെ മാറ്റുകയാണ്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? വിശ്വാസപരമായ ഒന്നും എഴുതിയിട്ടില്ലെന്ന് ഗാനരചയിതാവ് GP കുഞ്ഞബ്ദുള്ള. അയ്യപ്പനെ ആക്ഷേപിക്കുന്ന ഒരു വരിയൊന്നും എഴുതിയിട്ടില്ലല്ലോ. പിന്നല്ലാതെ വിശ്വാസികളുടെ എന്തെങ്കിലും വിശ്വാസം പ്രകടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കാം. ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. ശ്രീ നിഷാദേ, ഇതൊന്ന് പറയണേ. ശ്രീ നിഷാദ് ഇതൊന്ന് പറയണേ. എനിക്കറിയാം, ക്ഷമിക്കണം. എന്തോ എങ്ങനെ ഈ വിശ്വാസികളുടെ കുത്തക രാഘുീശ്വരനാണോ? ഈ രാഘുീശ്വർ വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഘുീശ്വർ ആരാണ്? ശബരിമലയിൽ നിങ്ങളാണോ വിശ്വാസം പറയുന്നത്? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വിശ്വാസികളുടെ കുത്തക താങ്കളെ ആരും ഏൽപ്പിച്ചിട്ടില്ല. മിസ്റ്റർ കേരള സമൂഹത്തിന്റെ മുമ്പിൽ താങ്കൾ ആരാണ്? കേരള സമൂഹത്തിന് മുമ്പിൽ വിശ്വാസികളുടെ അംബാസഡറാണോ? വിശ്വാസികളുടെ വിശ്വാസികളുടെ ഏജൻസി വിശ്വാസികളുടെ ഏജൻസി എടുക്കണ്ട എന്നാണ്. വിശ്വാസികളുടെ ഏജൻസി എടുക്കണ്ട എന്നാണ്. ഞാനൊന്ന് എനിക്കിത് എന്തിന്റെ ശരി ഇദ്ദേഹത്തെ പോലെ ഒരാളെ ഇരുത്തി ഇല്ല ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ഇല്ല പ്ലീസ്. ആരാണ് കേരളത്തില്? അല്ലല്ല മീഡിയ
ഇല്ല അതിന്മേൽ വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോലെ ഇല്ല വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോലെ വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോലെ ഷിബു മീരാൻ അതും കൊങ്ങയ്ക്ക് നേതാവിനോടൊപ്പം ഷിബു ഇത് ശരിയാവില്ല ഇല്ല പ്ലീസ് അടങ്ങ് ഇദ്ദേഹത്തെ പോലെ ഒരാളെ ഇരുത്തി സംസാരിക്കാൻ പറ്റില്ല. ഇല്ല കേട്ടി നിങ്ങൾ തമ്മിൽ വ്യക്തിപരമാവണ്ട. ഞാൻ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാലോ. ആയുധങ്ങളെ ഇത്തരം പ്രചാരണ ആയുധങ്ങളെ ഷിബു മീനോട് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ, ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് യാതൊരു വികാരം വ്രണപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അതായത് ശബരിമലയിൽ നടന്നത് കൊള്ളയടിക്കപ്പെട്ടതും അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെട്ടതും എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് തന്നെ ഒരു പാട്ടിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മതവികാരം വ്രണപ്പെടുന്നത്? അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. CPM-കാർ അയ്യപ്പ വിശ്വാസികളുടെ വീട്ടിൽ കയറി ക്ഷമ പറയുന്നു, അയ്യപ്പ സംഗമം നടത്തുന്നു. അയ്യപ്പനും വാവരും വെളുത്തയുമാണ്. അതായത് പണ്ട് ഞാൻ മാത്രമേ അത് പറയുള്ളായിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി ഓടി നടന്ന് അയ്യപ്പനും വാവരും വെളുത്തേ എന്ന് പറയുന്നു. ഞങ്ങളുടെ വിശ്വാസികളെ ഇത്രയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയെയും CPM പാർട്ടിയെയും സജീവൻ സാർ കാണാതെ പോകുന്നത് ദോഷകരമാണ്. അതുകൊണ്ട് എന്തായാലും CPM-ന്റെ ഈ നിലപാട് മാറ്റം, വിശ്വാസികൾക്ക് വേണ്ടി പോരാടുന്നു, അയ്യപ്പ ഭക്തർക്ക് വേണ്ടി കേസ് കൊടുക്കുന്നു, അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടാതിരിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചരിത്രം ഇനി സീരിയസ് ആയി പറഞ്ഞാൽ കാലവും സത്യവും ദൈവവും ഉണ്ടെന്ന് CPM-കാർ തിരിച്ചറിയേണ്ടതാണ്. ഒരുപാട് കാലമൊന്നും മുമ്പല്ലല്ലോ, 2017-18 കാര്യമല്ലേ. 2018 10,000-കണക്കിന് കേസെടുത്ത് അയ്യപ്പ ഭക്തരെ ജയിലിലിടുകയും ഞങ്ങൾ അടക്കമുള്ളവരെ പലതവണ ജയിലിലിട്ട് കാര്യമൊന്നുമില്ലാതെ വീണ്ടും പിടിച്ചിടുകയും ചെയ്തു. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിമർശനത്തെ അതിന്റെ പക്വതയിൽ കാണാതെ ഈ പാട്ടിനോട്, ശരിക്കും പാട്ടിനോടല്ലല്ലോ CPM-നോടുള്ള വിമർശനത്തിനോടുള്ള ദേഷ്യല്ലേ, ഈ പാട്ടൊരു തരംഗമായ അലയടിച്ചു. ഒരു പാട്ടിനെ, അതായത് ഇത് ഏതെങ്കിലും അസഭ്യമോ ആഭാസവും അല്ല, വ്യാജമായിട്ട് സെക്ഷുവലി കളേർഡ് റിമാർക്സ് എന്ന് എനിക്കെതിരെ ഇടുന്നത് പോലൊന്നുമല്ല. ഒരു രാഷ്ട്രീയ വിമർശനം ഒരു പാട്ടായിട്ട് ശബരിമലയുടെ കോണ്ടെക്സ്റ്റിൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും അപക്വമായി പെരുമാറരുത്, ഇത്രയും ചൈൽഡിഷായി പെരുമാറരുത്. അതുകൊണ്ട് പോലീസ് പേടിപ്പിക്കാനുള്ള പരിപാടി കാണിക്കരുത്, അത് മോശമാണ്. ഇനിയും ഈ എഴുതുന്നവരോടും കൂടെ പറയാണ്, നിങ്ങൾ വിദേശത്താണെങ്കിൽ അവിടെ തന്നെ ഇരിക്കണം, പോലീസുകാർ ഇതിന്റെ മേളിൽ ഇനിയും കഥയുണ്ടാക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇത് അപക്വമാണ്. CPM എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനത്തിന് യോജിക്കാത്തതാണ്. അല പോലെ അടിച്ച്, അതായത് തിരമാല പോലെ അടിച്ച് സാധാരണ ജനങ്ങളിലേക്ക് ഈ പാട്ട് അവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. വിശ്വാസികളുടെ തലയിലും വിശ്വാസികളുടെ ചുമലിലും വെച്ച് പോരാടാൻ ശ്രമിക്കുന്നതും അമ്പെയ്യാൻ ശ്രമിക്കുന്നതും വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. CPM പോലെ ബഹുജന അടിത്തറയുള്ള ഒരു പാർട്ടിക്ക് ചേർന്ന കാര്യമല്ല. അതുകൊണ്ട് ശ്രീ കുഞ്ഞബ്ദുള്ളയ്ക്ക് ഒരു അയ്യപ്പ വിശ്വാസിയായ എൻ്റെ എല്ലാ പിന്തുണയുമുണ്ട്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എനിക്കെതിരെയും തിരുവനന്തപുരം സൈബർ പോലീസ് തന്നെ കേസെടുത്തത്. 100% ജാമ്യം കിട്ടിയിട്ട് മാത്രമേ വരാവൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് 2-3 ദിവസം ജയിലിലിടുകയും മുസ്ലിങ്ങളായതുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ പാട്ട് എഴുതിയെന്ന് ഇവർ കഥ ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അതങ്ങനെ സംഭവിക്കൂ. സ്റ്റേഷൻ ജാമ്യം തന്നുവിടാന്ന് പറയുന്ന കേസിൽ 16 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. യാതൊരു മെറിറ്റും ഇല്ലാതെ എനിക്ക് നോട്ടീസ് വരെ അറസ്റ്റ് ചെയ്താ. ഇനിയും ഇവരാരും ഇന്ത്യയില്ലാത്തത് ഭാഗ്യം. ശക്തമായ നിലപാടെടുത്ത് ജാമ്യം എടുത്ത് മാത്രമേ വരാവൂ. ഇല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചതുപോലെ ലാപ്ടോപ്പും മൊബൈലും എടുത്തുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല, കുറച്ച് മെനക്കെടുത്താം എന്നൊരു ചിന്തയിൽ മാത്രമാണ്. എന്നിട്ട് പ്രോസിക്യൂഷൻ യാതൊരു മടിയില്ലാതെ കള്ളങ്ങൾ പറയും. ഈ കള്ളത്തരമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് ശരിയല്ലെന്ന് പറയാൻ ധൈര്യമുള്ള ആൾക്കാർ ഈ നാട്ടിൽ കുറവാണെന്നുള്ളതാണ് വിഷമം. എന്തായാലും കലക്കിട, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു.